അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച റെസിപ്രോക്കൽ താരിഫ് ഒരു ട്രേഡ് വാറിലേക്കും എക്കോണമിയുടെ റിസഷനിലേക്കും വഴി തെളിയിച്ചേക്കും എന്നുള്ള ആശങ്കയെ തുടർന്ന് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് വന്നു. 2020 ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവിനാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് സാക്ഷ്യം വഹിച്ചത്. ഡോ ജോൺസ് 3.98%, S&P 4.84%, നാസ്ഡാക്ക് 5.97% ഇടിഞ്ഞു. ഒട്ടുമിക്ക സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. ആമസോൺ 8% ഇടിഞ്ഞപ്പോൾ ആപ്പിൾ 9.2%, എൻവിഡിയ 7.8%, മൈക്രോസോഫ്റ്റ് 2.4%, ടെസ്ല 5%, ഫോർഡ് മോട്ടോഴ്സിൻ്റെ ഓഹരികൾ 6%-ഓളവും ഇടിഞ്ഞു. അമേരിക്കയുടെ ഡോളർ ഇൻഡെക്സ് ദുർബലമാവുകയും ട്രഷറി ഈൽഡിലും കുറവ് വരികയും ചെയ്തു. 10 വർഷത്തിൽ ട്രഷറി ഈൽഡ് 4.049% എന്ന നിരക്കിലേക്ക് എത്തുകയും ചെയ്തു. അമേരിക്കൻ മാർക്കറ്റിൽ വന്ന ഹെവി സെല്ലിംഗ് പ്രഷർ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും സ്വാധീനം ചെലുത്തിയേക്കാം. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു. 2806 കോടിയുടെ സെല്ലിംഗ് ആണ് FPIs നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 221 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി മാർജിനലി നെഗറ്റീവ് ക്ലോസിംഗ് നൽകി. അതേസമയം അമേരിക്കൻ മാർക്കറ്റിൽ വന്ന ഹെവി സെല്ലിങ്ങും ഗ്ലോബൽ മാർക്കറ്റ് വോളറ്റൈലായതും ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. 23,100 മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ട്, 23,000 സൈക്കോളജിക്കൽ സപ്പോർട്ട്. ഈ രണ്ട് സപ്പോർട്ടുകൾ നഷ്ടമാവുകയാണെങ്കിൽ ഇൻഡെക്സ് 22,800 ഇടിയാൻ സാധ്യതയുണ്ട്. അതേസമയം 23,400 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്ന് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡറിൻ്റെ OIFS ആണ്. ഗവൺമെൻറ് 1.1 കോടി ഷെയറുകൾ 2,525 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്യുകയാണ്. ഇതുവഴി കമ്പനിയുടെ ടോട്ടൽ ഷെയർ ഹോൾഡിങ്ങിൻ്റെ 2.83%-ഓളം സ്റ്റേക്കുകളാണ് ഗവൺമെൻറ് സെൽ ചെയ്യുന്നത്. ബജാജ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ ഡെപ്പോസിറ്റ് 19% വർദ്ധിച്ച് 71,400 കോടിയായി മാറി. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 26% വർദ്ധിച്ച് 4.17 ലക്ഷം കോടിയായി മാറിയിട്ടുണ്ട്. HDFC ബാങ്കിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ ടോട്ടൽ അഡ്വാൻസ് 5.4% വർദ്ധിച്ച് 26.4 ലക്ഷം കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഡെപ്പോസിറ്റ് 15.8% വർദ്ധിച്ച് 25.3 ലക്ഷം കോടിയിലേക്ക് എത്തുകയും സേവിങ്സ് അക്കൗണ്ടുകളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാവുകയും ചെയ്തു. വേദാന്തയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ അലൂമിനിയം പ്രൊഡക്ഷൻ 2% വർദ്ധിച്ചു. റിഫൈൻഡ് മെറ്റൽ പ്രൊഡക്ഷൻ 2% വർദ്ധിച്ചു. സിങ്ക് ഇൻ്റർനാഷണലിൻ്റെ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയറിൽ 52% വർദ്ധിക്കുകയും അയൺ ഓറിൻ്റെ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയറിൽ 22% വർദ്ധിക്കുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേദാന്ത എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ തുടർച്ചയായ രണ്ടാമത്തെ ക്വാർട്ടറിലും റവന്യൂ 17% വർദ്ധിച്ച് 14,462 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ ഇതുവരെ 415 സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യാനും കമ്പനിക്ക് സാധിച്ചു. L&T ഫിനാൻസിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ റിറ്റെയിൽ ഡിസ്ബേഴ്സ്മെൻറ്റ് 97% വർദ്ധിച്ച് 14,870 എത്തിയിട്ടുണ്ട്. അമി ഓർഗാനിക്സ് എന്ന കമ്പനി 10.8 മെഗാവാട്ട് ശേഷിയുള്ള ഒരു DC സോളാർ പ്ലാന്റ് ഗുജറാത്തിൽ കമ്മീഷൻ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. അദാനി വിൽമാറിൻ്റെയും ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. വിൽമാറിൻ്റെ സെയിൽസ് വോളിയം 7% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു. FMCG സെഗ്മെൻറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. 6,150 കോടി രൂപയുടെ റവന്യൂ ആണ് FMCG സെഗ്മെൻറ്റിൽ കമ്പനിക്ക് നേടാൻ സാധിച്ചത്. ഇയർ ഓൺ ഇയറിൽ റവന്യൂവിൽ 11%-ഓളം വർധന ഉണ്ടായിട്ടുണ്ട്. അദാനി വിൽമാറിൻ്റെ ടോട്ടൽ റവന്യൂ 62,000 കോടിയിലേക്ക് ഉയർന്നു. ഇയർ ഓൺ ഇയറിൽ 26% വളർച്ചയാണ് അദാനി വിൽമാർ നേടിയത്. RBL ബാങ്കിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. RBL ബാങ്ക് ഡെപ്പോസിറ്റിൽ 7% വളർച്ച കൈവരിച്ചു. 1.1 ലക്ഷം കോടിയുടെ ഡെപ്പോസിറ്റാണ് കമ്പനി നേടിയത്. കൂടാതെ സേവിങ്സ് അക്കൗണ്ടിൻ്റെ എണ്ണത്തിലും 4% വർധനവ് കമ്പനി കൈവരിച്ചിട്ടുണ്ട്. കാസ റേഷ്യോ 32.8 നിന്നും 34.1 ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഗ്രോസ് അഡ്വാൻസ് അല്ലെങ്കിൽ ലോൺ നൽകുക 11% വർദ്ധിച്ച് 94,973 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ലോയിഡ്സ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന സ്റ്റോക്ക് റൈറ്റ് ഇഷ്യൂ വഴി 1,150 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുകയാണ്. നെസ്ലെ ഇന്ത്യ ഒഡീസയിൽ ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആരംഭിക്കുന്നതിന് വേണ്ടി 900 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഗബ്രിയേൽ ഇന്ത്യ എന്ന കമ്പനി പൂനെയിലെ അതിൻ്റെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ നിന്നും കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. ജൂപ്പിറ്റർ വാഗൺ റെയിൽവേയിൽ ആക്സൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒഡീസയിൽ ലാൻഡ് അക്വിസിഷൻ ചെയ്തു.
ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് ബന്ധൻ ബാങ്ക് ആണ്. ബന്ധൻ ബാങ്കിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ ടോട്ടൽ ലോൺ അഡ്വാൻസ് 10% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 1.4 ലക്ഷം കോടിയായി മാറി. ടോട്ടൽ ഡെപ്പോസിറ്റ് 11.8% വർദ്ധിച്ച് 1.51 ലക്ഷം കോടിയായി എത്തുകയും കാസ 31.4 നിന്നും 31.7 ഇംപ്രൂവ് ആവുകയും ചെയ്തു. ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെയും ബ്ലാക്ക് റോക്കിൻ്റെയും ജോയിൻറ്റ് വെഞ്ചറിൽ ബ്ലാക്ക് റോക്ക് 66.5 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൂര്യ റോഷ്നി എന്ന കമ്പനിക്ക് ഗെയിലിന് പൈപ്പ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 116 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അൾട്രാടെക് സിമെൻറ്റ് വണ്ടർ വാൾകെയർ എന്ന കമ്പനിയെ അക്വയർ ചെയ്തു. ഇനി മുതൽ വണ്ടർ വാൾകെയർ എന്ന കമ്പനി അൾട്രാടെക് സിമെൻറ്റിൻ്റെ സബ്സിഡറിയായി പ്രവർത്തിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്